AK സ്പൈസസിൻ്റെ ബീഫ് പള്ളിക്കറി മിക്സ് മസാല വെച്ച് നല്ലൊരു പള്ളിക്കറി ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കേണ്ട വിധം ഇതിൻ്റെ ബാക്ക് സൈഡ് കൊടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ 3 ഉള്ളി 2 തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കീറാക്കിയത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചിയാണ്. കുറച്ച് നെയ്പ്പസൊക്കെ ഉണ്ട്. എന്നാണ് നമുക്ക് കറിക്ക് നല്ലൊരു രുചി കിട്ടും. കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 4-5 വിസിൽ അടിക്കുന്നവരെ നമുക്ക് നന്നായിട്ട് തീ കൊടുക്കാം. 1 കിലോ ബീഫ് ആണ് ഞാൻ ഇവിടെ കറി വെക്കുന്നുള്ളത്. അതിൻ്റെ കൂട്ടാണ് ഈ പാക്കറ്റിൻ്റെ അകത്തുള്ളത്. ഞാൻ ഉപ്പ് ചേർത്തില്ല, കാരണം 5 വിസിലടിച്ച് നമുക്കൊന്ന് ഇറച്ചി വെന്താൻ നോക്കാം. 1 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാൻ ചേർത്തത്. നമ്മുടെ AK സ്പൈസസിൻ്റെ ഒരു പാക്കറ്റിന് കണക്കാണ് ഈ വെള്ളം. ഇത് നമ്മൾക്ക് കറിയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 3 ഗ്ലാസോ 4 ഗ്ലാസോ വെള്ളം ചേർക്കാം അതിനാവശ്യത്തിന്. ഞാൻ ബന്ധതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ തീ കൊടുക്കാം. പൊടി ഒരു 10 ഗ്രാം ഞാൻ ബാലൻസ് വെക്കുന്നു. ബാക്കിയെല്ലാം പൊടി ഞാൻ ഇതിൻ്റെ അകത്ത് റെഡിയാണ്. ഒരു 10 ഗ്രാം പൊടി മാത്രം ഞാൻ ബാലൻസ് വെച്ച് ഇതിൻ്റെ അകത്ത്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഉപ്പ് ലേശം കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട്. നമ്മുടെ പള്ളിക്കറി റെഡിയായി. ചെറിയൊരു പണി കൂടെയുണ്ട്. കുറച്ച് താളിക്കൽ പരിപാടി. തേങ്ങ എണ്ണ, കുറച്ച് കറിവേപ്പില ഇടാം, ചീറാക്കിയ പച്ചമുളക് ഒരു 4 പച്ചമുളക്, നമ്മൾ നേരത്തെ ബാലൻസ് വെച്ച ഒരു 10 ഗ്രാം മസാലപ്പൊടി ഇതിൻ്റെ അകത്ത് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. നല്ലോണം കൊഴുപ്പിൻ്റെ ഇറച്ചിയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ നെയ്ച്ചോറിന് ഉണ്ടാക്കുന്നൊരു കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. കുറച്ച് ലേശം ലൂസാക്കിയിട്ടുണ്ട്. നിങ്ങൾ പള്ളിക്കറിയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കുറച്ചാൽ മതി. ഇനി കറിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കൂട്ടിയാൽ മതി. നമ്മുടെ കറി പള്ളിക്കറി റെഡിയായി. അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ്. ഇതൊരു കുടുംബശ്രീ ഉൽപ്പന്നമാണ്. നല്ല വറുത്ത് പൊടിച്ച പൊടിയാണ്. നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ ഇത് ലാസ്റ്റാണ് ഇതിൻ്റെ മസാല ചേർക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.